സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓട്ടോക്യാഡിന്റെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്ഷൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ എക്സാമിന്റെ ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, കണ്ടിട്ടുള്ളവരാണെങ്കിൽ അത് അറിയണ്ടാവും. അപ്പം ആ ഒരു ഷെഡ്യൂൾ പ്രകാരം ജാനുവരി 25-നാണ് നമ്മൾ ഫസ്റ്റ് സബ്ജക്ട് ഓട്ടോക്യാഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാം പോലെ നിങ്ങൾക്ക് ഒന്ന് എക്സാം എഴുതി നോക്കുക എന്നുള്ള ആ ഒരു എഫക്റ്റിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് കവർ ചെയ്യാന്നുള്ളത് അല്ലേ. ഇത് കൂടാണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട് അതൊക്കെ കവർ ചെയ്ത് തന്നെ നോക്കണം. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളൊരു സ്കോർ ചെക്ക് ചെയ്യുക അല്ലെ. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എത്തിയിട്ടുള്ള ലെവൽ ഏതാണെന്ന് മനസ്സിലാവും. എന്നിട്ട് അതിന് എത്രത്തോളം ബെറ്റർ ആക്കണമെന്ന് മനസ്സിലാവും അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ സെക്ഷനാണ് ആദ്യം ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓട്ടോക്യാഡും അങ്ങനെയായിട്ട് കവർ ചെയ്ത് പോവാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഡിവൈസ് ഈസ് കമ്പ്യൂട്ടർ കീബോർഡ് അല്ലേ. കമ്പ്യൂട്ടർ കീബോർഡ് ഏത് ടൈപ്പ് ഓഫ് ഡിവൈസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഔട്ട്പുട്ട്, ഓപ്ഷൻ ബി ഇൻപുട്ട്, ഓപ്ഷൻ സി പ്രൈമറി സ്റ്റോറേജ്, ഓപ്ഷൻ ഡി സെക്കൻഡറി സ്റ്റോറേജ് അല്ലേ. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ, ഇൻപുട്ട് ആണ് വരുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ഡിവൈസ് ഈസ് കമ്പ്യൂട്ടർ കീബോർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ഇൻപുട്ട് ആണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 വരുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 2, ഫുൾ ഫോം ഓഫ് GUI ഇൻ ടേംസ് ഓഫ് കമ്പ്യൂട്ടർ. ഓപ്ഷൻ എ ഗ്രാഫിക്കൽ യൂണിഫൈഡ് ഇന്റർഫേസ്, ഓപ്ഷൻ ബി ഗ്രാഫിക്കൽ യൂസർ ഇൻസ്ട്രുമെന്റ്, ഓപ്ഷൻ സി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, ഓപ്ഷൻ ഡി ഗ്രാഫിക്കൽ യൂസർ ഇൻസ്ട്രുമെന്റ്സ് അല്ലേ. അപ്പം ഏതാണ് ഗ്രാഫിക്കലി യൂസർ ഇൻസ്ട്രുമെന്റ്സ്? ഏതാണ് ആൻസർ വരുന്നത്? GUI എന്ന് പറയുന്നത്. GUI എന്ന് പറയുന്നത് ഓപ്ഷൻസിലൂടെ കടന്നു പോവുക. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് ആൻസർ വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് വരുന്നത്? മീനിങ് ഓഫ് OMR അല്ലേ. OMR എന്താണ്? ഓപ്ഷൻ എ ഒപ്റ്റിക്കൽ മെസ്സേജ് റെൻഡർ, ഓപ്ഷൻ ബി ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, ഓപ്ഷൻ ഡി ഒപ്റ്റിക്കൽ മാർക്ക് റെൻഡർ അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാം എഴുതുന്ന ആ ഒരു എഫക്റ്റിൽ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലനേഷനും കൂടെ ആഡ് ചെയ്യാത്തത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. യു ക്യാൻ പ്രിന്റ് 1200 dpi മീൻസ് ഓപ്ഷൻ എ ഡിസ്റ്റൻസ് പെർ ഇഞ്ച്, ഓപ്ഷൻ ബി ഡോട്ട് പ്രിന്റിംഗ്, ഓപ്ഷൻ സി ഡെസിമൽ പ്രിസിഷൻ, ഓപ്ഷൻ ഡി ഡോട്ട്സ് പെർ ഇഞ്ച് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, ഡോട്ട്സ് പെർ ഇഞ്ച് ആണ് ആൻസർ വരുന്നത്. യു ക്യാൻ പ്രിന്റ് 1200 dpi അല്ലേ. 1200 dpi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്, നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 വരുന്നത് എന്താണ്? ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് ഡ്രോയിങ് ടെംപ്ലേറ്റ് ഈസ്. ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് ഡ്രോയിങ് ടെംപ്ലേറ്റ് ഏതാണ്? ഓപ്ഷൻസ് ഓപ്ഷൻ എ .dwt, ഓപ്ഷൻ ബി .dwr, ഓപ്ഷൻ സി .dwg, ഓപ്ഷൻ ഡി .dws അല്ലേ. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ .dwt ആണ് ആൻസർ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. നമ്പർ ഓഫ് ഫങ്ഷൻസ് കീ ഇൻ കീബോർഡ് ഈസ് അല്ലേ. കീബോർഡിൽ എത്ര ഫങ്ഷണൽ കീസ് ആണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12. എന്ന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതി എടുക്കുക കേട്ടോ. എന്നിട്ട് റിവൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി 12 ആണ് ആൻസർ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ദ പ്രിന്റിംഗ് ക്യാരക്ടറിസ്റ്റിക് DPI സ്റ്റാൻഡ്സ് ഫോർ. DPI എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് DPI? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിഗ്രി ഓഫ് പ്രിന്റിംഗ്, ഓപ്ഷൻ ബി ഡോട്ട് പ്രിന്റിംഗ് ഇൻഡെക്സ്, ഓപ്ഷൻ സി ഡോട്ട്സ് പെർ ഇഞ്ച്, ഓപ്ഷൻ ഡി ഡെസിമൽ പോയിന്റ്സ് ഇൻഡെക്സ് അല്ലേ. ഏതാണ് DPI എന്ന് പറഞ്ഞാൽ? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ, ഡോട്ട്സ് പെർ ഇഞ്ച് ആണ് ആൻസർ വരുന്നത്.
ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 വരുന്നത് കണ്ടന്റ് അഡ്രസ്സിബിൾ മെമ്മറീസ് ആർ ബെറ്റർ നോൺ ആസ് ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി റോം, ഓപ്ഷൻ സി ക്യാഷ് മെമ്മറി, ഓപ്ഷൻ ഡി അസോസിയേറ്റീവ് മെമ്മറി അല്ലേ. കണ്ടന്റ് അഡ്രസ്സബിൾ മെമ്മറീസ് അല്ലേ, മെമ്മറീസ് ആർ ബെറ്റർ നോൺ ആസ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അസോസിയേറ്റീവ് മെമ്മറിയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ROM stands for ROM stands for ഓപ്ഷൻ എ റാൻഡം ഓർഡർ മെമ്മറി, ഓപ്ഷൻ ബി റെഡ്യൂസ്ഡ് ഒപ്റ്റിമം മെമ്മറി, ഓപ്ഷൻ സി റെഡി ഓൺ യൂസ് മെമ്മറി, ഓപ്ഷൻ ഡി റീഡ് ഓൺലി മെമ്മറി അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? റോം എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, റീഡ് ഓൺലി മെമ്മറി ആണ്. റാം റോം ഒക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 10 വരുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ഏതാണ്? ഓപ്ഷൻ എ കീബോർഡ്, ഓപ്ഷൻ ബി മോണിറ്റർ, ഓപ്ഷൻ എ കീബോർഡ്, ഓപ്ഷൻ ബി പ്രിന്റർ, ഓപ്ഷൻ സി മോണിറ്റർ, ഓപ്ഷൻ ഡി CPU അല്ലേ. ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, CPU ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. The primary storage component used in the CPU of computer is often referred to as option A ROM, option B RAM, option C CD, option D floppy disk അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? The primary storage component used in CPU of a computer is often referred as അല്ലേ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, RAM ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ദ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് ദ CPU ആൻഡ് പെരിഫറൽസ് ലൈക്ക് കീബോർഡ്, ഡിസ്ക്, ഡ്രൈവ്, സ്ക്രീൻ, മൗസ് എക്സെട്ര ആർ കോൾഡ് അല്ലേ. ഏതാണ് ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പറയുന്നത്? സോഫ്റ്റ്വെയർസ് ദാറ്റ് കൺട്രോൾസ് ദ CPU ആൻഡ് പെരിഫറൽസ് ലൈക്ക് കീബോർഡ്, ഡിസ്ക്, ഡ്രൈവ്സ്, സ്ക്രീൻ, മൗസ് എക്സെട്ര ആർ കോൾഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഞാൻ വായിക്കാം. ഓപ്ഷൻ എ ഓപ്പറേഷണൽ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി യൂസർ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി CAD സോഫ്റ്റ്വെയർ അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷണൽ സോഫ്റ്റ്വെയർ ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, CD-ROM ആൻഡ് ഫ്ലാഷ് ഡിസ്ക് ആർ എക്സാമ്പിൾ ഓഫ്. ആൻസേഴ്സ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ എ സെക്കൻഡറി മെമ്മറി, ഓപ്ഷൻ ബി എക്സ്റ്റേണൽ മെമ്മറി, ഓപ്ഷൻ സി ഇന്റേണൽ മെമ്മറി, ഓപ്ഷൻ ഡി പ്രൈമറി മെമ്മറി അല്ലേ. ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, CD-ROM ആൻഡ് ഫ്ലാഷ് ഡിസ്ക് ഒക്കെ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്കൻഡറി മെമ്മറിയാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 വരുന്നത് വാട്ട് ജനറൽ നെയിം ഈസ് ഗിവൺ ടു ദ ഫിസിക്കൽ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഫിസിക്കൽ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ ഏതാണ്? ഓപ്ഷൻ എ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി ഹാർഡ്വെയർ, ഓപ്ഷൻ സി ഫേംവെയർ, ഓപ്ഷൻ ഡി ഡിവൈസ് വെയർ അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇതൊക്കെ PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ ഏരിയയും കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഷോർട്ട് ഫോം ആക്കിയിട്ട് പഠിക്കുക അല്ലേ. അപ്പം ഇത് നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകരുത്. ഓരോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് പഠിക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ജനറൽ നെയിം ഈസ് ഗിവൺ ദ ഫിസിക്കൽ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഫിസിക്കൽ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ, ഹാർഡ്വെയർ ആണ് ഫിസിക്കൽ പാർട്സ് ഓഫ് ദ കമ്പ്യൂട്ടർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. CPU സ്റ്റാൻഡ്സ് ഫോർ. CPU എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ചീഫ് പെർഫോമൻസ് യൂണിറ്റ്, ഓപ്ഷൻ ബി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഓപ്ഷൻ ഡി ചീഫ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ഓപ്ഷൻ ഡി സെൻട്രൽ പെർഫോമൻസ് യൂണിറ്റ് അല്ലേ. ഏതാണ് CPU വരുന്നത്? CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16 എന്താണ്? ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു ദ മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ ഈസ് കോൾഡ് അല്ലേ. എന്താണ് ആൻസർ? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സോർട്ടിംഗ്, ഓപ്ഷൻ ബി ഡീബഗ്ഗിംഗ്, ഓപ്ഷൻ സി മെർജിംഗ്, ഓപ്ഷൻ ഡി ബൂട്ടിംഗ് അല്ലേ. ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ആണ് അല്ലേ. ലോഡിങ്ങിന് എന്താണ് പറയുക? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബൂട്ടിംഗ് ആണ് ആൻസർ വരുന്നത്.
Question number 17 ആണ്. The shortcut key of copy is. Shortcut key of copy എന്താണ്? Control plus ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ Control plus C, ഓപ്ഷൻ ബി Control plus Z, ഓപ്ഷൻ സി Control plus V, ഓപ്ഷൻ ഡി Control plus D അല്ലേ? ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. Control plus C ആണല്ലേ കോപ്പി വരുന്നത്. കോപ്പി ചെയ്യാൻ Control plus C ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കുക. ഓർമ്മ വരുന്നില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18, വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫോണ്ട് സൈസ് ഓഫ് എ വേർഡ് ഡോക്യുമെന്റ് ബേസ്ഡ് ഓൺ നോർമൽ അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 14 pt പോയിന്റ് ആണ്, 14 പോയിന്റ്. ഓപ്ഷൻ ബി 10 പോയിന്റ്. ഓപ്ഷൻ സി 12 പോയിന്റ്. ഓപ്ഷൻ ഡി 8 പോയിന്റ് അല്ലേ? വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫോണ്ട് സൈസ് ഓഫ് എ വേർഡ് ഡോക്യുമെന്റ് ബേസ്ഡ് ഓൺ നോർമൽ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 12 pt ആണ് ആൻസർ വരാം. ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ഫുൾ ഫോം ഓഫ് CAD അല്ലേ? ഫുൾ ഫോം ഓഫ് CAD ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്. ഓപ്ഷൻ ബി കൺട്രോൾ ഓൾ ഡ്രോയിങ്. ഓപ്ഷൻ സി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡയമെൻഷനിങ് അല്ലേ? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആൻസർ അറിയുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. എത്ര അറിയുന്ന കാര്യങ്ങളാണെങ്കിലും വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ഇപ്പം ബൈ ഹാർട്ട് ആയിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്കും ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. എന്നിട്ട് മാത്രം പുതിയ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. മേ ബി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ഓട്ടോകാഡ് ഈസ് എന്താണ്? ഓപ്ഷൻ എ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് ഓപ്ഷൻ എ സോഫ്റ്റ്വെയർ ലാംഗ്വേജ്. ഓപ്ഷൻ ബി ഹാർഡ്വെയർ. ഓപ്ഷൻ സി സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ഡി ഹാർഡ്വെയർ ലാംഗ്വേജസ് അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ? ഓട്ടോകാഡ് ഈസ് എ സോഫ്റ്റ്വെയർ ലാംഗ്വേജ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. 21 എന്താണ്? ഡാഷ് ഈസ് ദ ഫങ്ഷണൽ കീ ഓഫ് ഓൺലൈൻ ഹെൽപ്പ് അല്ലേ? ഓൺലൈൻ ഹെൽപ്പിന്റെ ഫങ്ഷണൽ കീ ഏതാണ്? ഓപ്ഷൻസിൽ ഓപ്ഷൻ എ F1, ഓപ്ഷൻ ബി F2, ഓപ്ഷൻ സി F3, ഓപ്ഷൻ ഡി F5 അല്ലേ? ഓൺലൈൻ ഹെൽപ്പിന്റെ ഫങ്ഷണൽ കീ വരുന്നത് ഓപ്ഷൻ എ ആണ്, എഫ് ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. കമാൻഡ് ഈസ് യൂസ്ഡ് ടു മൂവ് existing object from one location in the drawing in another അല്ലേ? ഏതാണ് നമുക്കൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻസിൽ ഓപ്ഷൻ എ കോപ്പി, ഓപ്ഷൻ ബി ഓഫ്സെറ്റ്, ഓപ്ഷൻ സി മൂവ്, ഓപ്ഷൻ ഡി മൾട്ടി ലൈൻ അല്ലേ? അത് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി മൂവ് ആണ് ആൻസർ വരുന്നത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ് വരുന്നത്. 23 എന്താണ്? ഷോർട്ട് കട്ട് കീ ഓഫ് സിംഗിൾ ലൈൻ ടെക്സ്റ്റ്. സിംഗിൾ ലൈൻ ടെക്സ്റ്റിന്റെ ഷോർട്ട് കട്ട് കീ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടി, ഓപ്ഷൻ സി DT, ഓപ്ഷൻ ബി TX, ഓപ്ഷൻ ഡി TT അല്ലേ? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി DT ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക, മാറിപ്പോകരുത്. അതുപോലെ തന്നെ ഡിസൈനിൻ്റെതും എല്ലാം മാറിപ്പോകരുത്. ഡബിൾ ലൈൻ ആണെങ്കിലും ഒക്കെ നോക്കി വെക്കുക. ഓരോന്ന് പറയുന്ന സമയത്ത് ബാക്കി കൂടെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24, മാക്സിമം ലെങ്ത് ഓഫ് കൺസ്ട്രക്ഷൻ ലൈൻ ഈസ് ഓപ്ഷൻ എ നോ ലിമിറ്റ്, ഓപ്ഷൻ ബി ബേസ്ഡ് ഓൺ ഡ്രോയിങ് ഷീറ്റ് സൈസ്, ഓപ്ഷൻ സി ബേസ്ഡ് ഓൺ ഗ്രിഡ് സ്പേസ്, ഓപ്ഷൻ ഡി 10⁸ 8 സെന്റിമീറ്റർ അല്ലേ? അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലെങ്ത് ഓഫ് കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല അല്ലേ? കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതാണ്, 2 സൈഡിലേക്കും ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതാണ് അല്ലേ? അപ്പം അത് ഓർത്ത് വെക്കുക. നോ ലിമിറ്റ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതിൻ്റെ ഷോർട്ട് കീ ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. പിന്നെ നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യൻ, ടു സ്വിച്ച് ഐസോപ്ലെയിൻ യു പ്രസ്സിൽ. ഐസോപ്ലെയിൻ സ്വിച്ച് ചെയ്യാൻ നമ്മൾ ഏതാണ് പ്രസ് ചെയ്യുക? ഓപ്ഷൻ എ F5, ഓപ്ഷൻ ബി F7, ഓപ്ഷൻ സി F3, ഓപ്ഷൻ ഡി F2 അല്ലേ? ഇതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഐസോപ്ലെയിൻ സ്വിച്ച് ചെയ്യേണ്ടതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്?
നമ്മൾ യൂസ് ചെയ്യുന്നത് F5 ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ബാക്കി F3, F7, F2 എന്തൊക്കെയാണെന്നുള്ളതും കൂടെ അതിൻ്റെ കൂടെ നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. ഫങ്ഷണൽ കീ ഫോർ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ് അല്ലേ. ഏതാണ് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓൺ ഓർ ഓഫിന്റെ ഫങ്ഷണൽ കീ? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ F10, ഓപ്ഷൻ ബി F5, ഓപ്ഷൻ സി F9, ഓപ്ഷൻ ഡി F11 അല്ലേ. ഫങ്ഷണൽ കീ ഓഫ് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, F11 ആണ് ആൻസർ വരുന്നത്. മാറി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി കമാൻഡ്സ് ഒക്കെ പറയുന്ന സമയത്ത് ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ്. 27 വിച്ച് കമാൻഡ് ഡു നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഡ്രോ ടൂൾ ബാർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലൈൻ, ഓപ്ഷൻ ബി പോളിലൈൻ, ഓപ്ഷൻ സി ഹാച്ച്, ഓപ്ഷൻ ഡി ട്രിം അല്ലേ. അപ്പം നമുക്ക് ഡ്രോയിങ് കമാൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഡ്രോയിങ് ടൂൾ ബാർ അല്ലേ. ഡ്രോയിങ് ടൂൾ ബാറിൽ ഇൻക്ലൂഡ് ആവാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ട്രിം ആണ് വരുന്നത്. ഇതൊരു മോഡിഫൈങ് ടൂൾ ബാറിൽ വരുന്നതാണ് അല്ലേ. അതാണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കാം. 28 വരുന്നത് എന്താണ്? ബോത്ത് ലൈൻസ് ആൻഡ് ആർക്സ് ആർ ഡ്രോൺ ആസ് എ സിംഗിൾ എൻറ്റിറ്റി ബൈ യൂസിങ് കമാൻഡ്. ഓപ്ഷൻ എ പോളിലൈൻ, ഓപ്ഷൻ സി ആർക്ക്, ഓപ്ഷൻ ബി ലൈൻ, ഓപ്ഷൻ ഡി സർക്കിൾ അല്ലേ. അപ്പോൾ നമ്മൾ ബോത്ത് ലൈൻസ് ആൻഡ് ആർക്സ് ആർ ഡ്രോൺ അറ്റ് എ സിംഗിൾ എൻറ്റിറ്റി അല്ലേ. നമ്മൾ ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗിൾ എൻറ്റിറ്റിയിലേക്ക് മാറ്റേണ്ടിയിട്ട് ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ. പോളി ലൈൻ ആണ്. പോളി ലൈനിന്റെ ഷോർട്ട് കീ ഒക്കെ ഓർത്ത് വെക്കണം. ഇതിന്റെ കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ് വരുന്നത്. ഡാഷ് കമാൻഡ് ക്രിയേറ്റ്സ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഇൻ റെക്ടാങ്കുലർ ഓർ പോളാർ ഫോം അല്ലേ. റെക്ടാങ്കുലർ ഓർ പോളാർ ഫോമിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ മൂവ്, ഓപ്ഷൻ ബി കോപ്പി, ഓപ്ഷൻ സി അറേ, ഓപ്ഷൻ ഡി റൊട്ടേറ്റ് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അറേ ആണ്. അറേയിലെ നമ്മൾ പോളാർ അറേ, റെക്ടാങ്കുലർ അറേ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കി വെക്കുക. എന്തൊക്കെയാണെന്നും കൂടെ ഓർത്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ്. ദ ഷോർട്ട് കട്ട് കീ ഫോർ ഓഫ്സെറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഷോർട്ട് കട്ട് കീ ഓഫ് ഓഫ്സെറ്റ് ഏതാണ്? ഓപ്ഷൻ എ OF, ഓപ്ഷൻ സി OF, ഓപ്ഷൻ ബി O ആണ്, ഓപ്ഷൻ ഡി OT അല്ലേ. അപ്പം ഇത് രണ്ടും സെയിം ഓപ്ഷൻ ആണ്. പക്ഷെ നമുക്ക് അറിയാമല്ലോ ഏതാണെന്ന് ആൻസർ ഉള്ളത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, O ആണ് അല്ലേ. ഓഫ്സെറ്റിന്റെ ഷോർട്ട് കീ വരുന്നത് O എൻ്റർ ആണെന്നുള്ളത് അറിയാലോ. അപ്പം അത് ഓർത്ത് വെക്കുക, മറന്നു പോരുത്. ഒക്കെ സിമ്പിളാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31 ആണ്. 31 ആണ്. 31 ഏതാണ് ക്വസ്റ്റ്യൻ വരുന്നത്? എ പാറ്റേൺ ഓഫ് ഡോട്ട്സ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ സ്ക്രീൻ ബട്ട് ദാറ്റ് ഡസ് നോട്ട് പ്രിന്റ് ഈസ് കോൾഡ് അല്ലേ. പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡോട്ട്സ് അല്ലേ. അതിനെന്താണ് നമ്മൾ പറയുക? ഓപ്ഷൻ എ ഗ്രിഡ്, ഓപ്ഷൻ ബി സ്നാപ്പ്, ഓപ്ഷൻ സി ലിമിറ്റ്സ്, ഓപ്ഷൻ ഡി ഓർത്തോ അല്ലേ. നമുക്ക് ആ ഒരു ഡോട്ട്സിൽ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഓഫ് ഡോട്ട്സ് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ദ സ്ക്രീൻ ഡു നോട്ട് പ്രിന്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗ്രിഡ് ആണ് ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 32 ആണ്. വിച്ച് വൺ ഈസ് നോട്ട് എ CAD പാക്കേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. CAD പാക്കേജ് ഏതാണ്? നോട്ട് എ CAD പാക്കേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം താഴെ തന്നിരിക്കുന്നതിൽ CAD പാക്കേജ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ പവർ പോയിന്റ്, ഓപ്ഷൻ ബി സ്റ്റാഡ്, ഓപ്ഷൻ സി റിവീൽ, ഓപ്ഷൻ ഡി ഐഡിയാസ് അല്ലേ. ഏതാണ് ഇതിൽ CAD പാക്കേജ് അല്ലാത്തത്? ബാക്കി മൂന്നും CAD പാക്കേജ് ആണ് അല്ലേ. റിവീൽ അല്ല, റിവെറ്റ് ആണ് അല്ലേ വരുന്നത്. ഇവിടെ റിവിറ്റ് ആണ്, REVIT ആണ് അല്ലേ. റിവിറ്റ് ഒരു CAD പാക്കേജ് ആണ്. അതുപോലെ തന്നെ സ്റ്റാഡ് ഒരു CAD പാക്കേജ് ആണ്. ഐഡിയാസും CAD പാക്കേജ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ CAD പാക്കേജ് അല്ലാത്തത് ഓപ്ഷൻ എ ഉള്ളതാണ്. പവർ പോയിന്റ് മാത്രമാണ്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 33 ആണ് നോക്കേണ്ടത്. 33 എന്താണ് വരുന്നത്? ഫയൽസ് എഡിറ്റ് വ്യൂ എക്സെട്ര ആർ ഈസിലി അവൈലബിൾ ഇൻ AutoCAD ഫ്രം ഏതാണ്? ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ, ഓപ്ഷൻ ബി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, ഓപ്ഷൻ ഡി മെനു ബാർ അല്ലേ. ഫയൽ എഡിറ്റ് വ്യൂ ഒക്കെ ഈസിലി അവൈലബിൾ ആവുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ഡി മെനു ബാർ ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34 ആണ്. ഇൻ AutoCAD which mode allows the user to draw 90-degree straight lines? ഏതാണ് 90-degree straight lines വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്? അപ്പം ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ O സ്നാപ്പ്, ഓപ്ഷൻ ബി ഓർത്തോ, ഓപ്ഷൻ സി ലീനിയർ, ഓപ്ഷൻ ഡി പോളാർ ട്രാക്കിംഗ് അല്ലേ.
ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓർത്തോ ആണ് ആൻസർ വരുന്നത്. allow you to use draw 90 degree അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 35 നോക്കാം. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ഡ്രോയിങ് ബൗണ്ടറീസ്? ഡ്രോയിങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ ഏത് കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ട്രിം, ഓപ്ഷൻ ബി ലിമിറ്റ്, ഓപ്ഷൻ സി എക്സ്ക്ലൂഡ്, ഓപ്ഷൻ ഡി ബോർഡർ അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലിമിറ്റ് ആണ് നമ്മൾ ഡ്രോയിങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 36 ആണ്. ഇൻ ഓട്ടോകാഡ് ദ ഒറിജിൻ ഓഫ് ദ ഡ്രോയിങ് ഈസ്. ഒറിജിൻ ഓഫ് ദ ഡ്രോയിങ് ഏതാണ്? ഓപ്ഷൻസിൽ ഓപ്ഷൻ എ 1 1, ഓപ്ഷൻ സി 0 0, ഓപ്ഷൻ ബി 1 0, ഓപ്ഷൻ ഡി 0 1 അല്ലേ. ഒറിജിൻ ഓഫ് ദ ഡ്രോയിങ് ഷീറ്റ് വരുന്നത് ഓപ്ഷൻ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ദ ഡ്രോയിങ് ഒറിജിൻ ഓഫ് ദ ഡ്രോയിങ് വരിക ഓപ്ഷൻ സി ആണ്. 0 0 ആണ് വരുന്നത്. നോക്കി വെക്കുക, അറിയാത്തവരാണെങ്കിൽ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 37 ആണ് ഇനി നോക്കേണ്ടത്. വാട്ട് ഈസ് ദ കീ സ്ട്രോക്ക് ഫോർ എറേസ് കമാൻഡ് ഇൻ ഓട്ടോകാഡ് അല്ലേ. എറേസ് കമാൻഡിന്റെ കീ സ്ട്രോക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ES, ഓപ്ഷൻ ബി ER, ഓപ്ഷൻ സി E, ഓപ്ഷൻ ഡി EL അല്ലേ. അപ്പം ഇതാണ് നമ്മൾ ഓരോ കമാൻഡ് കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഇ ആണ് എറേസ് കമാൻഡിന്റെ ഷോർട്ട് കീ വരുന്നത്. അപ്പം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കമാൻഡ്സ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എറേസും എക്സ്റ്റെൻഡും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് റേസും എക്സ്റ്റെൻഡും അതൊന്നും മാറിപ്പോയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടൈമിൽ അതും കൂടെ ഓർക്കുന്നത് നല്ലതാണ്. റേസിൻ്റെതും എക്സ്റ്റെൻഡിൻ്റെതും ഷോർട്ട് കീ ഏതാണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്കിവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38 ആണല്ലേ നോക്കിയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. എറേസിൻ്റെ ഷോർട്ട് കീ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 39 ആണ് വരുന്നത്. 39 വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ വാലിഡ് ഓപ്ഷൻ ഫോർ ഡ്രോയിങ് എ സർക്കിൾ അല്ലേ. താഴെ തന്നിട്ടുള്ളത് സർക്കിൾ വരയ്ക്കുന്നതിന്റെ വാലിഡ് ഓപ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ 3 പോയിന്റ്, ഓപ്ഷൻ ബി ടാൻ സെന്റർ, ഓപ്ഷൻ സിയിൽ ടാൻ റേഡിയസ്, ഓപ്ഷൻ ഡി ടാൻ അല്ലേ. നമ്മൾ സർക്കിൾ വരയ്ക്കേണ്ടിയിട്ടുള്ള മെത്തേഡ്സിൽ ഒരു 6 മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 3 പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ 2 പോയിന്റ് ഉണ്ട് അല്ലേ. പിന്നെ ഓപ്ഷൻ സി വരികയാണെങ്കിൽ ടാൻ റേഡിയസ് ആണ്. നമ്മൾ ടാൻ റേഡിയസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാൻ സെന്റർ അല്ലേ. ടാൻ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. സെന്റർ റേഡിയസ് മെത്തേഡും സെന്റർ ഡയമീറ്റർ മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓപ്ഷൻ ഡിയിൽ ടാൻ ആണ്. അപ്പം ഇതും സർക്കിൾ വരയ്ക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പം ആൻസർ ഇവിടെ തന്നിട്ടുള്ളതിൽ അതിൽ അല്ലാത്തത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വാലിഡ് ഓപ്ഷൻ ഫോർ ഡ്രോയിങ് സർക്കിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് എ വാലിഡ് ഓപ്ഷൻ ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ്. ടാൻ സെന്റർ ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 40 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് ഓഫ് പ്രിന്റ് കമാൻഡ് അല്ലേ. പ്രിന്റ് കമാൻഡിന്റെ ഷോർട്ട് കട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ Ctrl+X, ഓപ്ഷൻ ബി Ctrl+C, ഓപ്ഷൻ സി Ctrl+P, ഓപ്ഷൻ ഡി Ctrl+F അല്ലേ. അപ്പം ഇതിലേതാണ് പ്രിന്റ് കമാൻഡിന്റെ ഷോർട്ട് കട്ട് കീ വരുന്നത്? പ്രിന്റ് കമാൻഡിന്റെ ഷോർട്ട് കട്ട് കീ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. Ctrl+P ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ഫെമിലിയർ ആവുക എന്നുള്ള രീതിയിൽ ഇപ്പം അരമണിക്കൂർ ആണെങ്കിൽ ആ ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു റിവിഷൻ നടക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടെ പറഞ്ഞിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. നമുക്ക് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാൻ പറ്റുന്ന ചേഞ്ചസ് ആണെങ്കിൽ ചേഞ്ച് വരുത്തിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ടൈം ടേബിൾ വെച്ച് ആ ഒരു ടൈം ടേബിളിൽ തന്നെ നിങ്ങൾ ഓരോ ടൈമും ഡിവൈഡ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണല്ലേ നമുക്ക് കറക്റ്റ് ഓരോ പോർഷൻസും കവർ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിലും അത് വേറൊരു ദിവസത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ തന്നെയായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം അതുപോലെ തന്നെ സബ്ജക്റ്റ് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ സബ്ജക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനും മാറ്റാവുന്നതാണ്. പക്ഷെ നമുക്ക് ഈ 5 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ ശ്രമിക്കുന്നതായിരിക്കും നന്നാവുക. അതുപോലെ
ബുക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബുക്കിനെ കുറിച്ച് എന്തായാലും പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഓതേഴ്സിൻ്റെ ബുക്ക് ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ ആ വീഡിയോ ഇന്ന് ഓതറിൻ്റെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ട് കിട്ടും അല്ലേ, സെക്കൻഡ് ഹാൻഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടുകയാണെങ്കിൽ റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതേ രീതിയിൽ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസേഴ്സ് വെച്ചിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എക്സാമിന് ആൻസർ കീ മാറി വരികയാണെങ്കിലൊക്കെ തന്നെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലയിൻസ് ഫയൽ ചെയ്യാൻ പറ്റും അല്ലേ. അതേ രീതിയിൽ വാങ്ങുക. അല്ലെങ്കിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഇപ്പം ഹാൻഡ് റിട്ടൺ ബുക്സ് ആയിട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ്റെ ഒക്കെ ആയിട്ട് ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കില്ല. ചില ആളുകൾക്ക് ക്വസ്റ്റ്യൻസും 4 ഓപ്ഷനും വന്നിട്ടായിരിക്കും പഠിക്കുന്നത് ഇഷ്ടം, ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പോർഷൻസ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ഒന്ന് ബുക്കിനെ കുറിച്ച് ചോദിക്കുക. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ബുക്ക് 2-3 പേജ് മറിച്ച് നോക്കി വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലാണ്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചവരാണെങ്കിൽ നിങ്ങൾ ഓരോ ക്ലാസ്സിലും കേൾക്കുന്ന സമയത്ത് ചില എക്സ്ട്രാ ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ ഒരു നോട്ടിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് തന്നെ പഠിച്ച് പോവുക. പിന്നെ നിങ്ങൾ ഇപ്പം ഫുൾ ടൈം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് രാവിലെ ഈ ഒരു ടൈം ടേബിളിൽ തന്നെ നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടിയിട്ടും ഒരു ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് പ്ലസ് പഠനവും കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ടൈമൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബുക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അത് കവർ ചെയ്ത് പോകേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിമ്മീൻ്റെ ഒക്കെ ബുക്ക് ആണെങ്കിൽ PDF നിങ്ങൾക്ക് വായിച്ച് പഠിക്കുന്നതിന് ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പം അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിമ്മീൻ്റെ ഒക്കെ ബേസ് ചെയ്ത് നോക്കുക. പക്ഷേ ഗ്രേഡ് 1 എക്സാമിനാണെങ്കിൽ നിമ്മി മാത്രം നോക്കിയാൽ പോരാ, ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് വേറെ ടെക്സ്റ്റ് ബുക്കൊക്കെ കവർ ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ അതുപോലെ ഓരോ പോർഷൻസ് നിങ്ങളുടെ ഓൾറെഡി ഒരു ബുക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.